പതിവ് പോലെ ഇന്ന് ഞാൻ നല്ല ലേറ്റായി ക്ലാസ്സിന് പോകാൻ വേണ്ടി 11:30-യുടെ ക്ലാസ്സിന് ഞാനിത് 11:20-നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എപ്പോഴും വിചാരിക്കും നേരത്തെ പോകണമെന്ന്, പക്ഷേ നേരത്തെ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇത് 12 മണി ആകുന്നതിന് മുന്നേ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലെത്തിയപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് ഫുൾ ഫേസ് ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആർക്കും മോഡലിനെ കിട്ടിയില്ല. നിതിനാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരെയും കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, ഞാൻ എടുത്തോളാം, വീഡിയോ ഞാൻ എടുത്തോളാം, നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതേ ക്ലെൻസിങ് തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി മേക്കപ്പ് പ്രോഡക്റ്റ് ഇട്ടിട്ടാണോ എന്നറിയില്ല, എൻ്റെ ഫേസ് നിറച്ച് പിമ്പിൾസ് വന്ന് പൊട്ടി പഴുത്ത് നല്ല പാടുകളായി മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലെൻസ് ചെയ്യുമ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് മായ്ച്ച് കളയരുത്, ഞാൻ വേറെ ലിപ്സ്റ്റിക്കൊന്നും കൊണ്ടുവന്നില്ലാന്ന്. അങ്ങനെ ഇത് ക്ലെൻസ് ചെയ്ത് ഫേസ് നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഇന്നലെ വാങ്ങിച്ച ഹെയർ ബോ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ഫേസൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പിമ്പിൾസ് ഉണ്ട്, പക്ഷേ ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ട് പിമ്പിൾസിനൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ഇന്നെങ്കിലും എനിക്ക് മയിൽപ്പീലി കണ്ണൊന്ന് ആക്കിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഐഷാഡോ സെലക്ട് ചെയ്തു. വയലറ്റും ഗ്രീനും ബ്ലൂ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ അവൻ എനിക്കിതേ മയിൽപ്പീലി കണ്ണല്ലേ വേണ്ടതെന്നും പറഞ്ഞ് മയിൽപ്പീലി കണ്ണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ മയിലാണോ കുയിലാണോ എന്നൊന്നും അറിയില്ല, അവൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. പക്ഷേ മയിലിന് ഒരിക്കലും വയലറ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പിന്നെ അവൻ ഏകദേശം പകുതിക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഏകദേശം പകുതി ആയിട്ടുണ്ട് നമ്മുടെ ഈ മേക്കപ്പ്. അങ്ങനെ ഇത് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവൻ എവിടെയോ പോയിട്ടുണ്ട്. ആ സമയം ഞാനൊരു സെൽഫി പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കണ്ണിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ നമ്മൾ മിററിൽ നോക്കി ഒരു സെൽഫി കൂടി എടുക്കാമെന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മിററിൽ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാറ് വന്നത്. അങ്ങനെ സാറിനെ കാണാതെ നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി സാറിനെ കാണിക്കണം, സാർ എന്ത് പറയുന്നതെന്ന് കേൾക്കണം. പിന്നെ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണല്ലോ, അത്യാവശ്യം തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങ് നമ്മൾ ക്ഷമിക്കുക. ഞാൻ ഫൈനലായപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഇത് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചാനാണെങ്കിൽ എപ്പോഴും ലാസ്റ്റ് മാത്രമേ ചെയ്യൂ, കാരണം കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ അവൻ എന്നും ലേറ്റാണ്. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ക്ലെൻസ് ചെയ്ത് മുഴുവൻ കളയണം. അങ്ങനെ ഞാൻ ക്ലെൻസിങ് മിൽക്ക് എടുത്ത് ഞാൻ ക്ലെൻസർ എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ നല്ല തുടയ്ക്കുന്നുണ്ട്. അത്യാവശ്യം പെട്ടെന്ന് പോകുന്നുണ്ട്, ക്ലെൻസർ ആയതുകൊണ്ടാണോ നല്ല പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്ക് കുരുക്കളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചപ്പോൾ കുരുക്കളൊക്കെ പുറത്തേക്ക് വന്നു. പിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചായയും നല്ല വിശപ്പുണ്ടായിരുന്നു, ചായയും കടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ നാളെ. ബായ്. ഇഷ്ടമായവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.